അടുത്ത പ്രവർത്തനത്തിലേക്ക് കടന്നാലോ? സ്പ്രൈറ്റിനെ ചലിപ്പിക്കാം. പ്രവർത്തനം 1-ൽ പശ്ചാത്തലമായി കാർ റേസിംഗ് ട്രാക്കും സ്പ്രൈറ്റായി കാറും ഉൾപ്പെടുത്തിയത് കണ്ടുവല്ലോ. അടുത്തതായി കീബോർഡിലെ ചില കീകൾ ഉപയോഗിച്ച് കാറിനെ വ്യത്യസ്ത രീതികളിൽ ചലിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ? പ്രവർത്തനം 2. സ്ക്രാച്ച് പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തിയ കാർ അപ്പ് ആരോ കീ അമർത്തുമ്പോൾ മുന്നിലേക്കും ഡൗൺ ആരോ കീ അമർത്തുമ്പോൾ പിന്നിലേക്കും ചലിക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ സ്ക്രിപ്റ്റ് ഏരിയയിൽ തയ്യാറാക്കണം. സ്ക്രാച്ച് പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തിയ കാർ റൈറ്റ് ആരോ കീ അമർത്തുമ്പോൾ വലത്തോട്ടും ലെഫ്റ്റ് ആരോ കീ അമർത്തുമ്പോൾ ഇടത്തോട്ടും തിരിയണം. അതിനുള്ള നിർദ്ദേശങ്ങളും സ്ക്രിപ്റ്റ് ഏരിയയിൽ തയ്യാറാക്കണം. പ്രവർത്തനം 2 ഒന്ന് ചെയ്തു നോക്കിയാലോ? പ്രവർത്തനം 1-ലൂടെ തയ്യാറാക്കിയ പശ്ചാത്തലവും കാറും നാം കാണുന്നു. ഇനി പ്രവർത്തനം 2-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്തു നോക്കാം. അപ്പ് ആരോ കീ അമർത്തുമ്പോൾ കാർ മുന്നോട്ട് ചലിക്കണം. അതിനുവേണ്ടി കാറിനെ നമ്മൾ തുടക്ക സ്ഥാനത്ത് വെച്ചതിന് ശേഷം സ്പ്രൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കോഡുകളുടെ ഭാഗത്തേക്ക് നോക്കുക. അപ്പ് ആരോ കീ അമർത്തുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് കൺട്രോൾ ബ്ലോക്കിലെ ഈഫ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് നാം സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് വലിച്ചിടുക. തുടർന്ന് അപ്പ് ആരോ കീ അമർത്തുമ്പോൾ എന്നതിന് സെൻസിങ്ങിലെ കീ പ്രസ്ഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈഫിൻ്റെ കണ്ടീഷൻ സ്പേസിലേക്ക് വലിച്ചിടണം. അവിടെ ഡിഫോൾട്ടായി കീ സ്പേസ് പ്രസ്ഡ് എന്നാണ് കാണുക. ആ കോംബോ ബോക്സ് ക്ലിക്ക് ചെയ്ത് അപ്പ് ആരോ കീ എന്നാക്കുക. അപ്പോൾ നിബന്ധന ശരിയായി. അപ്പ് ആരോ കീ പ്രസ് ചെയ്താൽ എന്താണ് സംഭവിക്കേണ്ടത്? കാർ മുന്നോട്ട് നീങ്ങണം. മുന്നോട്ട് നീങ്ങാനുള്ള സ്ക്രിപ്റ്റ് മോഷനിലാണ് ഉള്ളത്. മോഷനിൽ നിന്ന് മൂവ് 10 സ്റ്റെപ്സ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഈഫിൻ്റെ ഉള്ളിൽ ഇടുക. 10 എന്നുള്ളത് വളരെ വലിയ വേഗതയിലായതുകൊണ്ട് 10 മാറ്റി 5 എന്നാക്കുക. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നാം ചെയ്തു കഴിഞ്ഞു. അപ്പ് ആരോ കീ അമർത്തുമ്പോൾ മൂവ് 5 സ്റ്റെപ്സ്. ഇതുപോലെ ഡൗൺ ആരോ കീ അമർത്തുമ്പോൾ പിന്നോട്ട് ചലിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി കൺട്രോളിലെ ഈഫിൻ്റെ സ്ക്രിപ്റ്റ് എടുക്കുന്നു. സെൻസിങ്ങിലെ കീ പ്രസ്ഡ് എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുന്നു. അതിലെ ഡിഫോൾട്ടായ സ്പേസിന് പകരം ഡൗൺ ആരോ കീ ആക്കുന്നു. തുടർന്ന് മോഷൻ ബ്ലോക്കിലെ മൂവ് 10 സ്റ്റെപ്സ് എന്നുള്ളത് വലിച്ചിടുന്നു. ഇവിടെ കാർ പിന്നോട്ടാണ് ചലിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് 10-ന് പകരം നെഗറ്റീവ് സ്പീഡ് കുറയാൻ വേണ്ടി 5 എന്നും ചേർക്കുന്നു. ഇനി നാം ചെയ്യേണ്ടത് വലത്തെ ആരോ കീ അമർത്തുമ്പോൾ കാർ വലത്തോട്ട് തിരിയണം. ഇടത് ആരോ കീ അമർത്തുമ്പോൾ കാർ ഇടത്തോട്ട് തിരിയണം. അതിനുവേണ്ടി ഇതുപോലെ കൺട്രോൾ ബ്ലോക്കിൽ നിന്ന് ഈഫ് ഒരിക്കൽ കൂടി എടുക്കുന്നു. സെൻസിങ് ബ്ലോക്കിൽ നിന്ന് കീ പ്രസ്ഡ് എടുത്ത് ഈഫിൻ്റെ കണ്ടീഷൻ ബ്ലോക്കിൽ വെക്കുന്നു. ഡിഫോൾട്ടായ സ്പേസിന് പകരം റൈറ്റ് ആരോ കീ സജ്ജീകരിക്കുന്നു. തുടർന്ന് മോഷനിലെ വലത്തോട്ട് തിരിയണം എന്നുള്ളതിന് വേണ്ടി വലത്തോട്ട് തിരിയുന്ന ടേൺ 15 ഡിഗ്രി എന്നുള്ളതും കൊണ്ടുവെക്കുന്നു. 15 ഡിഗ്രി ഒരുപാട് കൂടുതലായതുകൊണ്ട് 15 ഡിഗ്രിക്ക് പകരം അവിടെ ക്ലിക്ക് ചെയ്ത് 5 ഡിഗ്രി എന്നാക്കുന്നു.
ഇനി ഒരു കണ്ടീഷൻ കൂടി മാത്രമേ ചെയ്യാനുള്ളൂ. ഇടത് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ കാർ ഇടത്തോട്ട് തിരിയണം. അതിനുവേണ്ടി കൺട്രോൾ ബ്ലോക്കിൽ നിന്ന് ഈഫ് ഒരിക്കൽ കൂടി എടുക്കുന്നു. സെൻസിങ് ബ്ലോക്കിൽ നിന്ന് കീ പ്രസ്ഡ് ഈഫിൻ്റെ കണ്ടീഷൻ സ്പേസിൽ വെക്കുന്നു. സ്പേസ് എന്നതിന് പകരം ലെഫ്റ്റ് ആരോ കീ സജ്ജീകരിക്കുന്നു. തുടർന്ന് മോഷൻ ബ്ലോക്കിൽ നിന്ന് ഇടത്തോട്ട് തിരിയണം എന്നുള്ളതിനുള്ള സ്ക്രിപ്റ്റ് ഈഫിൻ്റെ ഉള്ളിൽ വെക്കുന്നു. 15 എന്നുള്ളത് കൂടുതലായതുകൊണ്ട് 15-ന് പകരം 5 ഡിഗ്രി എന്നാക്കുന്നു. ഇപ്പോൾ എല്ലാ നിബന്ധനകളും ആയിക്കഴിഞ്ഞു. ഇനി എല്ലാ നിബന്ധനകളെയും കൂടി കൂട്ടി യോജിപ്പിക്കുന്നു. ക്ലിക്കിലൂടെ തൊട്ട് മുകളിലുള്ള ബ്ലോക്കിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ 4 ബ്ലോക്കുകളും ഒരുമിച്ചായി. ഇതെല്ലാം ഒരു ബ്ലോക്കായി വർക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും കൺട്രോളിലെ ഫോർഎവർ എന്ന് പറയുന്ന ബ്ലോക്ക് സജ്ജീകരിക്കുന്നു. തുടർന്ന് ഒരു കീയിൽ എല്ലാ സ്ക്രിപ്റ്റുകളും ആക്റ്റീവ് ആവാൻ വേണ്ടി ഗ്രീൻ ഫ്ലാഗ് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഏറ്റവും മുകളിലായി വെക്കുന്നു. ഇതോടുകൂടി രണ്ടാമത്തെ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഗ്രീൻ ഫ്ലാഗ് വലതുവശത്തെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാ സ്ക്രിപ്റ്റുകളും ആക്റ്റീവായി. കീബോർഡിലെ അപ്പ് ആരോ അമർത്തുന്നു, കാർ മുന്നോട്ട് നീങ്ങുന്നു. ഡൗൺ ആരോ അമർത്തുമ്പോൾ കാർ പിന്നോട്ട് നീങ്ങുന്നു. വലത് ഭാഗത്തെ ആരോ അമർത്തുമ്പോൾ കാർ വലത്തോട്ട് ചരിയുന്നു. ഇടത് ഭാഗത്തെ ആരോ കീ അമർത്തിയപ്പോൾ കാർ ഇടത് ഭാഗത്തേക്ക് തിരിയുന്നു. എല്ലാ കോഡുകളും ഭംഗിയായി വർക്ക് ചെയ്യുന്നു. അതോടുകൂടി പ്രവർത്തനം 2 നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.